ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ജൂറിസ്പ്രുഡൻസിൽ ഡിഫറൻറ്റ് തിയറീസ് ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ജെർമി ബെന്താംസ് തിയറി ഓഫ് ലോ നമ്മൾ നോക്കി, അതുപോലെ തന്നെ ഓസ്റ്റിൻ്റെ തിയറിയും നോക്കി. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഹാൻസ് കെൽസൺസ് പ്യുവർ തിയറി ഓഫ് ലോ ആണ്. ഓക്കെ, ഹാൻസ് കെൽസണിൻ്റെ തിയറിക്കും ഓസ്റ്റിൻ്റെ തിയറിയുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഓസ്റ്റിൻ്റെ തിയറിയുമായിട്ട് ഒരു ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. ഇനിയും കെൽസണിൻ്റെ ലോ എന്ന് പറയുന്നത് നോർമേറ്റീവ് സയൻസ് ആണ്. അതുപോലെ തന്നെ നിയമം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നല്ല വിവരിക്കുന്നത്, നേരെ മറിച്ച് അവിടെ കുറച്ച് റൂൾസ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്. ഓക്കെ, ലോയ്ക്കകത്ത് ലോ അറ്റംപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോ ശ്രമിക്കുന്നത് എന്തല്ല, ആക്ച്വലി നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്നല്ല അതിൽ വിവരിക്കുന്നത്, നേരെ മറിച്ച് നമുക്ക് കുറച്ച് റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തി ലോ ബ്രേക്ക് ചെയ്താൽ ആ വ്യക്തിയെ എന്ത് ചെയ്യുന്നു? പണിഷ് ചെയ്യുന്നു. എന്ത്? ലോ വഴി എന്ത് ചെയ്യുന്നു? ലോ ബ്രേക്ക് ചെയ്യുന്ന ആളെ പണിഷ് ചെയ്യുന്നു. എല്ലാ ലീഗൽ ആക്റ്റുകളും നോമുമായിട്ട്, നോർം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മാനദണ്ഡം. അപ്പോൾ എല്ലാ ലീഗൽ ആക്റ്റുകളും ഈ നോർം അല്ലെങ്കിൽ മാനദണ്ഡം അല്ലെങ്കിൽ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ പ്രിൻസിപ്പിളാണ് ഒരു ലീഗൽ വാലിഡിറ്റി നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ലീഗൽ ആക്റ്റുകളും നോർമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ നോർമാണ് ലീഗൽ വാലിഡിറ്റി നൽകുന്നത്. ലീഗൽ നോം എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഓഡ് നോമിൽ നിന്നുമാണ്. അതുപോലെ എല്ലാ ലീഗൽ നോമുകളും അവരുടെ ഫോഴ്സ് ഗെയിൻ ചെയ്യുന്നത് ഒരു ജനറൽ നോർമിൽ നിന്നുമായിരിക്കും. ആ ജനറൽ നോർമുകൾ നേരത്തെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ നോർമിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ലീഗൽ നോം അതിൻ്റെ ഫോഴ്സ് ഗെയിൻ ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറാർക്കി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇനിഷ്യൽ നോം അല്ലെങ്കിൽ ഇനിഷ്യൽ ഹൈപ്പോത്തിസിസിലാണ്. അതിനെ ഗ്രണ്ട് നോം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗ്രണ്ട് നോം എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ നോം ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ തുടക്കകാലങ്ങളിലേ ഉള്ളൊരു നോർമായിരിക്കും ഇനിഷ്യൽ നോം അല്ലെങ്കിൽ ഗ്രണ്ട് നോം എന്ന് പറയുന്നത്. ഇനി നോക്കാം ഈ ഗ്രണ്ട് നോമിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന്. എല്ലാ ലീഗൽ സിസ്റ്റവും എന്താണ്? ഗ്രണ്ട് നോർമിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഗ്രണ്ട് നോർം എല്ലാ ലീഗൽ സിസ്റ്റത്തിൻ്റെ അകത്തും ഉണ്ടായിരിക്കും. അത് ഉറപ്പായിട്ടും കാണും. ഒരു ഇനിഷ്യലായിട്ടൊരു നോർം എല്ലാ ലീഗൽ സിസ്റ്റത്തിലും ഉണ്ടായിരിക്കും. ഇനി അത് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടനിലെ ഗ്രണ്ട് നോർം എന്താണ്? അവരുടെ വാട്ട് ദ ക്രൗൺ ഇൻ പാർലമെൻറ്റ് ലേ ഡൗൺ ആസ് ലോ. ബ്രിട്ടനിലെ ക്രൗൺ പാർലമെൻറ്റിൽ എന്താണോ ലോ എന്ന് പറഞ്ഞ് ലേ ഡൗൺ ചെയ്യുന്നത് അതാണ് അവരുടെ ഗ്രണ്ട് നോർമ. USA വരുമ്പോൾ ഗ്രണ്ട് നോർമ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിലെ ഗ്രണ്ട് നോർമ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കെൽസൺസ് പ്യുവർ തിയറി ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓസ്റ്റിൻ്റെ തിയറിയുടെ ഇംപ്രൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് കെൽസണിൻ്റെ മെയിൻ വ്യൂസ് എന്ന് നോക്കാം. ദർ ഈസ് നോ ഡ്യുവലിസം ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ലോ. സ്റ്റേറ്റും ലോയും തമ്മിൽ ഡ്യുവലിസം ഇല്ല. ലോയും സ്റ്റേറ്റും തമ്മിൽ ഒരു ഡിസ്റ്റിങ്ഷനും ഇല്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ഡിസ്റ്റിങ്ഷനും ഇല്ല. രണ്ടും തമ്മിൽ എന്താണ്? രണ്ടും തമ്മിൽ വേർതിരിവൊന്നുമില്ല. സ്റ്റേറ്റും ലോയും തമ്മിൽ എന്തില്ല? ഡിസ്റ്റിങ്ഷൻ ഇല്ല. അതുപോലെ തന്നെ എന്തില്ല? ഡ്യുവലിസം ഇല്ല സ്റ്റേറ്റും ലോയും തമ്മിൽ. ഇനി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോ ബൗണ്ട് ചെയ്തിട്ടായിരിക്കും. എന്താണ്? ലോയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ സ്റ്റേറ്റുകളും വർക്ക് ചെയ്യുന്നത്. ഇനി ഓസ്റ്റിൻ പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു ഓസ്റ്റിൻ ലോ ഈ സബോർഡിനേറ്റ് ടു സോവറിൻ ആൻഡ് ലോ കനോട്ട് കൺട്രോൾ ദ സോവറിൻ. അവിടെ ഓസ്റ്റിൻ പറയുന്നത് സോവറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ലോ എന്ന് പറയുന്നത് സോവറിൻ്റെ സബോർഡിനേറ്റ് ആണ്. അതുപോലെ തന്നെ ലോയ്ക്ക് ഒരിക്കലും സോവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല എന്നാണ് ഓസ്റ്റിൻ്റെ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ സാങ്ഷൻ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ലോയിലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കെൽസൺ പറയുന്നു. ഓക്കെ, ഹവവർ ലോ നീഡ് നോട്ട് നെസസറിലി ബി ഇമ്പരേറ്റീവ്. സാങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ്. അപ്പോൾ എലമെൻറ്റ് ഓഫ് ലോയിൽ നെസസറി ആയിട്ട് വരുന്നത് എന്താണ്? സാങ്ഷൻ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്.
ഇനി ഓസ്റ്റിൻ്റെ തിയറിക്കകത്ത് കസ്റ്റം ഈസ് നോട്ട് ലോ സിൻസ് ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ എ സോവറിൻ. ഓസ്റ്റിൻ പറയുന്നു കസ്റ്റം എന്ന് പറയുന്നത് ഒരു ലോ അല്ല. കാരണം എന്താണ്? സിൻസ് ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ എ സോവറിൻ. കസ്റ്റം എന്തല്ല, സോവറിൻ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റം ഒരു ലോ ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. പക്ഷേ കെൽസൺ എന്ത് പറയുന്നു? ബ്രോഡ് custom within the definition of law as it is an intermediate norm and a particular practice which finally generate into a legal norm. കെൽസൻ്റെ കാഴ്ചപ്പാടിൽ കസ്റ്റം എന്ന് പറയുന്നത് ലോയുടെ ഡെഫിനിഷൻ്റെ അകത്ത് വരുന്നതാണ്. അതെന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് നോമാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു പോപ്പുലർ പ്രാക്ടീസാണ് വിച്ച് ഫൈനലി ജനറേറ്റ് ഇൻ ടു എ ലീഗൽ നോർം. ഒരു പോപ്പുലറായിട്ടുള്ളൊരു പ്രാക്ടീസാണ്, പക്ഷേ അത് ഫൈനലി എന്തായിട്ട് മാറുന്നു? ഒരു ലീഗൽ നോമായിട്ട് മാറുന്നു. നമ്മൾ പഠിച്ചു. പിന്നെ ഈ നോമെന്ന് പറയുന്നത് കസ്റ്റം എന്ന് പറയുന്നത് ടൈം ഇമ്മെമ്മോറിയൽ ആയിരിക്കും. നമ്മൾ കസ്റ്റം പഠിക്കും. കസ്റ്റം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കും. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കസ്റ്റം എന്താണെന്ന് പഠിക്കുക. അപ്പോൾ കസ്റ്റം എന്ന് പറയുന്നത് ഒരു ടൈം ഇമ്മെമ്മോറിയലാണ്. നമ്മളുടെ ഓർമ്മയിൽ പോലും കാണത്തില്ല ഒരു കസ്റ്റം എന്നാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എന്നാ തുടങ്ങിയെന്ന് പോലും നമുക്ക് ഓർമ്മ കാണത്തില്ല. അതിങ്ങനെ ഫോളോ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? കസ്റ്റമായിട്ട് മാറുന്നു. അത് പിന്നീട് ഒരു സോഴ്സസ് ഓഫ് ലോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, സോഴ്സ് ഓഫ് ലോ ആയിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഓസ്റ്റിൻ പറയുന്നത് കസ്റ്റം ഒരിക്കലും എന്തല്ല, പിന്നെ ഒരു ലോ അല്ല, കാരണം അത് സോവറിനല്ല ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട്. പക്ഷേ കെൽസൺ പറയുന്നു കസ്റ്റം എന്ന് പറയുന്നത് ലോയുടെ ഡെഫിനിഷനിൽ വരുന്നതാണെന്ന്. അടുത്ത വരുന്ന 4ാമത്തെ പോയിൻ്റാണ് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ലോ ആൻഡ് പബ്ലിക് ലോ. പ്രൈവറ്റ് ലോയും പബ്ലിക് ലോയും തമ്മിൽ എന്തില്ല? ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്നു. അടുത്തെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് സെൻസാണ്. ലോയുടെ ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ ഓസ്റ്റിൻ പറയുകയാണ് ഇൻ്റർനാഷണൽ ലോ ഈസ് നോട്ട് ലോ ഇൻ സ്ട്രിക്റ്റ് സെൻസിലുള്ള ലോ അല്ല ഇൻ്റർനാഷണൽ ലോ എന്ന് ഓസ്റ്റിൻ പറയുന്നു. കെൽസൺ പറയുന്നു ഇൻ്റർനാഷണൽ ലോ എന്താണ്? സ്ട്രിക്റ്റ് സെൻസിലുള്ളതാണെന്ന്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. 4ാമത്തെ തിയറിയാണ് റോസ്കോ പൗണ്ട്സ് സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി ഓഫ് ലോയ. റോസ്കോ പൗണ്ട് എന്ന് പറയുന്നത് നബാർസ്കയിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ റോസ്കോ പൗണ്ട് 1901 സുപ്രീം കോർട്ട് ഓഫ് നബാർസ്കയിലെ ഓക്സിലറി ജഡ്ജായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. 1903 ലോ സ്കൂൾ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് നബാർസ്കയിലെ ഡീനായിട്ട് മാറി. അതിനുശേഷം പിന്നെ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ 1916 തൊട്ട് 1936 വരെ ഡീനും അതുപോലെ തന്നെ ജൂറിസ്പ്രുഡൻസിൻ്റെ കാർട്ടർ പ്രൊഫസറുമായിരുന്നു. ഹാർവേർഡിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു ഇദ്ദേഹം സോഷ്യൽ ജൂറിസ്പ്രുഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സീരീസ് ഓഫ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. റോസ്കോ പൗണ്ടിനെ കൺസിഡർ ചെയ്തിരുന്നത് എന്തായിട്ടാണ്? ആസ് എ മീൻസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. പിന്നെ റോസ്കോ പൗണ്ട് ലോയെ കൺസിഡർ ചെയ്തത് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളൊരു മീൻസ് ആയിട്ടായിരുന്നു. അതുപോലെ തന്നെ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ഒരു സയൻസ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണെന്ന് പറയുന്നു. അക്കോർഡിംഗ് ടു ഹിം ലോ ഈസ് ദ ബോഡി ഓഫ് നോളജ്. ലോ എന്താണ്? ബോഡി ഓഫ് നോളജ് ആണ്. എക്സ്പീരിയൻസ് വിത്ത് ദ എയ്ഡ് ഓഫ് വിച്ച് എ ലാർജ് പാർട്ട് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈസ് ക്യാരിഡ് ഓൺ. അതുപോലെ തന്നെ ഒരു ബോഡി ഓഫ് റൂൾസിനേക്കാളിലും മുകളിലായിരുന്നു എന്തെന്ന് പറയുന്നത്? സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എയിം ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്തായിരുന്നു? ഈസ് ടു ബിൽഡ് ആൻ എഫിഷ്യൻറ്റ് സ്ട്രക്ചർ ടു സൊസൈറ്റി വിച്ച് റിക്വയർസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ മാക്സിമം വോണ്ട് വിത്ത് മിനിമം ഫ്രിക്ഷൻ ആൻഡ് വേസ്റ്റേജ് ഓർ വേസ്റ്റ്. അപ്പോൾ എന്താണ് എയിം ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ്? എന്താണ്? ഒരു എഫിഷ്യൻറ്റ് സ്ട്രക്ചർ സൊസൈറ്റിയിൽ നിർമ്മിക്കുക. എന്തിനു വേണ്ടി? വിച്ച് റിക്വയർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ മാക്സിമം വോൺസ് വിത്ത് ഫ്രിക്ഷൻ കുറച്ച്, വേസ്റ്റ് കുറച്ച്, സൊസൈറ്റിക്ക് വേണ്ടുന്ന മാക്സിമം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരു സോഷ്യൽ സ്ട്രക്ചർ, എഫക്റ്റീവായിട്ടുള്ളൊരു സോഷ്യൽ സ്ട്രക്ചർ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഇൻട്രസ്റ്റുകളുണ്ട്. ഒരു പേഴ്സണ് നമ്മൾ കഴിഞ്ഞ നമ്മൾ ഒരു ഇത് പഠിച്ചായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസിൽ സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. അതേ സെയിം കാര്യമാണ് ഇവിടെയും പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിന് 2 തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. സോഷ്യൽ ഇൻട്രസ്റ്റും ഉണ്ട്, പ്രൈവറ്റ് ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ സോഷ്യൽ ഇൻട്രസ്റ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻട്രസ്റ്റും ഉണ്ട്, പബ്ലിക് ഇൻട്രസ്റ്റും ഉണ്ട്. പ്രൈവറ്റ് ഇൻട്രസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റുമായിട്ട് കോൺഫ്ലിക്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ
നമ്മൾ പ്രൈവറ്റ് ഇൻട്രസ്റ്റിനായിരിക്കത്തില്ല മുൻതൂക്കം നൽകുന്നത്, നേരെ മറിച്ച് പബ്ലിക് ഇൻട്രസ്റ്റിനായിരിക്കും. ഓക്കെ, പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? പ്രിസർവേഷൻ ഓഫ് ദ സ്റ്റേറ്റ്, പ്രിസർവേഷൻ ഓഫ് പീസ് ആൻഡ് ജനറൽ സെക്യൂരിറ്റി ആൻഡ് പ്രിസർവേഷൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് റിലീജിയൻ. ഇതെല്ലാം എന്തിൻ്റെ അകത്ത് വരുന്നു? പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ അകത്ത് വരുന്നു. എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ ഇൻട്രസ്റ്റിനായിരിക്കും, പ്രൈവറ്റ് ഇൻട്രസ്റ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്നു. ഓയുടെ ഫോക്കസ് എന്ന് പറയുന്നത് സൊസൈറ്റിയും സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റുമാണ്, ഇൻഡിവിജ്വൽസിൻ്റെ അല്ല. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്യാൻ ആബ്സല്യൂട്ട്ലി ബി പ്രൊഹിബിറ്റഡ് വെൻ ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു സോഷ്യൽ ഇൻട്രസ്റ്റ്. ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻട്രസ്റ്റ് പിന്നെ സോഷ്യൽ ഇൻട്രസ്റ്റിന് ഇൻജൂറിയസ് ആണ് എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആബ്സല്യൂട്ട്ലി എന്ത് ചെയ്യും? പ്രൊഹിബിറ്റ് ചെയ്യും. Salmond's definition of law. According to Sir John Salmond, law is the body of principles recognized and applied by the state in the administration of justice. നീതി നടപ്പിലാക്കുന്ന സമയത്ത് സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് ലോ എന്നാണ് സർ ജോൺ സാൽമണ്ട് പറയുന്നത്. ഇനി ഇംഗ്ലണ്ടിലെ കോമൺ ലോ എന്ന് പറയുന്നത് ജഡ്ജ് മെയ്ഡ് ലോ ആണ്. അവിടെ എന്താണ് ഈ ജഡ്ജ് മെയ്ഡ് ലോ എന്ന് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടുകളിൽ നിന്നും ഇക്വിറ്റിയിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കും. ജഡ്ജ് മെയ്ഡ് ലോ എന്ന് പറയുന്നത് ഒരു റിട്ടൺ ലോ ആയിരിക്കത്തില്ല. ബ്ലാക്ക് സ്റ്റോൺ എന്താണ് പറയുന്നത്? ലോ കുഡ് ബി ഡിവൈഡഡ് ഇൻറ്റു ടു. എന്തൊക്കെയാണ്? രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് സ്റ്റാറ്റ്യൂട്ട് ലോയും പിന്നെ സ്റ്റാറ്റ്യൂട്ട് ലോയെ ലെക്സ് സ്ക്രിപ്റ്റാന്ന് വിളിക്കുന്നു. മറ്റൊന്ന് അൺറിട്ടൺ ഓർ കോമൺ ലോയ, അതിനെ ലെക്സ് നോൺ സ്ക്രിപ്റ്റാന്ന് വിളിക്കുന്നു. വെൻ ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ സിവിൽ ലോ ഓഫ് യൂറോപ്പ്, ദ കോമൺ ലോ ഓഫ് ഇംഗ്ലണ്ട് കൺസിസ്റ്റ് ഓഫ് എ ലോങ് ചെയിൻ ഓഫ് ഡിസിഷൻസ് ഫ്രം അതോറിറ്റേറ്റീവ് കോർട്ട്. അതോറിറ്റേറ്റീവ് കോർട്ടിലെ ലോങ് ഡിസിഷൻസിൻ്റെ ഒരു ചെയിൻ തന്നെ എന്തിലുണ്ട്? ഇംഗ്ലീഷ് കോമൺ ലോയ്ക്കകത്ത് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സിവിൽ ലോ ഓഫ് യൂറോപ്പിനേക്കാളും വ്യത്യസ്തമാണ് ഇംഗ്ലീഷ് കോമൺ ലോ എന്ന് പറയുന്നത്. നമ്മളുടെ ലോയൊക്കെ എന്താണ്? നമ്മളുടെയൊക്കെ റിട്ടൺ ലോ ആണല്ലേ. ഇപ്പോൾ ഇംഗ്ലണ്ടിലെന്ന് പറയുന്നത് എന്താണ്? അൺറിട്ടൺ ആയിട്ടുള്ളൊരു ലോയാണ് അവർക്കുള്ളത്, അല്ലെങ്കിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് അവരുടേത്. ലോ മെയ്ഡ് ചെയ്യുന്നത് എന്താണ്? ചിലപ്പോൾ ലോ മെയ്ഡ് ചെയ്യുന്നത് ലെജിസ്ലേച്ചറാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിയമം വരുന്നത് കസ്റ്റത്തിൽ നിന്ന്, പ്രാക്ടീസിൽ നിന്നൊക്കെയാണ്. അതുപോലെ തന്നെ ഇവരുടെ എന്താണ് ലീഗൽ ക്യാരക്ടർ ബിക്കം ദ പേറ്റൻറ്റ് ഒൺലി വെൻ ദേ ആർ റെക്കഗ്നൈസ്ഡ്. ഇവരെങ്ങനെയാണ് അവർക്ക് ആ ഒരു ലീഗലി ഒരു അവരാവുന്നത്? ആ ലോ എന്ന് പറയുന്നത് ജസ്റ്റിസ് നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ ലോയെ റെക്കഗ്നൈസ് ചെയ്യുകയും അപ്ലൈ ചെയ്യുമ്പോഴുമാണ് ആ ഒരു നിയമമായിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് ഓൺലി ദ റൂളിംഗ് ഓഫ് ദ കോർട്ട് ദാറ്റ് ഹാസ് ബൈൻഡിങ് ഫോഴ്സ് ആസ് ലോ. ഹി കൺക്ലൂഡ്സ് ദാറ്റ് ദ ട്രൂ ടെസ്റ്റ് ഓഫ് ലോ ഈസ് ഇറ്റ്സ് എൻഫോഴ്സബിലിറ്റി ഇൻ ദ കോർട്ട് ഓഫ് ലോ. അതുപോലെ തന്നെ നിയമത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോർട്ട് ഓഫ് ലോയിൽ ആ ലോയുടെ എൻഫോഴ്സബിലിറ്റി വെച്ചിട്ടാണ് നമുക്കത് ഒരു പ്രോപ്പർ ലോ ആണോ എന്ന് പറയാൻ കഴിയുന്നതെന്നാണ് പറയുന്നത്. ഇനി കോർട്ട് മേ മിസ്കൺസ്ട്രൂ ഓർ മിസ്ഇൻറ്റർപ്രറ്റ് എ സ്റ്റാറ്റ്യൂട്ട് ഓർ റിജക്റ്റ് എ കസ്റ്റം. കോടതി എന്തോ ചെയ്യും? ചില സമയത്ത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടിനെയോ അല്ലെങ്കിൽ ഒരു പിന്നെ കസ്റ്റത്തിനെയോ കോടതി എന്ത് ചെയ്യുന്നതാണ്? ചില സമയത്ത് മിസ്കൺസ്ട്രൂ ചെയ്യും, അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, ഒന്നെങ്കിൽ തെറ്റായിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും? പിന്നെ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ പിന്നെ മിസ്കൺസ്ട്രൂ ചെയ്യും, അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഓൺലി ദ റൂളിംഗ് ഓഫ് ദ കോർട്ട് ദാറ്റ് ഹാസ് ബൈൻഡിങ് ഫോഴ്സ് ആസ് ലോ. അപ്പോൾ എന്താണ്? കോടതിയുടെ റൂളിംഗ് ആണ് എന്തുള്ളത്? ലോ എന്നുള്ളൊരു നിലയിൽ ബൈൻഡിങ് ഫോഴ്സ് ഉള്ളത്. ഹയസ്റ്റ് കോർട്ട് ഓഫ് സ്റ്റേറ്റ് വിൽഫുള്ളി മിസ്കൺസ്ട്രൂ ആൻ ആക്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ, ദ ഇൻ്റർപ്രിട്ടേഷൻ സോ പ്ലേസ്ഡ് ഓൺ ദ ആക്ട് വുഡ് ബിക്കം ദി ലോയർ. അപ്പോൾ എന്ത് ചെയ്യുന്നതാണ്? ചില സമയത്ത് ഒരു സ്റ്റേറ്റിൻ്റെ ഹയസ്റ്റ് കോർട്ട് വിൽഫുള്ളി മനഃപൂർവ്വം എന്ത് ചെയ്യും? ആ ലെജിസ്ലേച്ചറിൻ്റെ ആക്ടിനെ മിസ്കൺസ്ട്രൂ ചെയ്യും. അപ്പോൾ ആ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ലോ ആയിട്ട് പിന്നീട് മാറും. ഓക്കെ, അപ്പോൾ എന്താണ്? ലെജിസ്ലേച്ചറിൻ്റെ ഒരു ആക്ടിനെ ഹയസ്റ്റ് കോടതി ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ മിസ്കൺസ്ട്രൂ ചെയ്യും, അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ തെറ്റായി വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അത് പിന്നീട് എന്തായിട്ട് മാറും? ആ ഇൻ്റർപ്രിട്ടേഷൻ ലോ ആയിട്ട് മാറും. കാരണം എന്താണ്? ഈ ഹയർ കോടതിയോ അല്ലെങ്കിൽ ഹയർ കോർട്ട് ഒരു ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ പിന്നെ ഒരു ഹയർ ജുഡീഷ്യൽ ട്രൈബ്യൂണൽ ഇല്ല ഇതിനെ ഓവർ റൂൾ ചെയ്യുന്നതിന് വേണ്ടി. സാൽമണ്ട് ലോയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് സെൻസിലാണ്. സാൽമണ്ടിൻ്റെ
ട്യൂട്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ ലോയുടെ ഒരു എത്തിക്കൽ പർപ്പസിനെ ബ്രിങ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലോ എന്ന് പറയുന്നത് ഈ ഒരു ജസ്റ്റിസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇനി ഇവിടെ കുറച്ച് ക്രിറ്റിസിസം കൂടെ പറയുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ലോ അല്ല, ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ്, സോ ഇറ്റ് ക്യാൻ ബി ഓവർ റൂൾഡ്. ലോ ഈസ് നോട്ട് എ ജുഡീഷ്യൽ ഡിസിഷൻ. ലോ എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ഡിസിഷൻ അല്ല. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് ലോ അല്ല എന്നുണ്ടെങ്കിൽ സിൻസ് ഇറ്റ് മേ ബി മിസ് ഇൻ്റർപ്രറ്റഡ്. അതുപോലെ തന്നെ ലോ എന്തല്ലെന്ന് പറയുന്നു, ജുഡീഷ്യൽ ഡിസിഷൻ അല്ലെന്ന് പറയുന്നു, ബിക്കോസ് ഇറ്റ് മേ ബി ഓവർ റൂൾഡ്. ജുഡീഷ്യൽ ഡിസിഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓവർ റൂൾ ചെയ്യാൻ വേണ്ടി കഴിയും.